ഈ കഥ തുടങ്ങുമ്പോഴത്തേക്കും ഒരു വലിയ കാടിനുള്ളിൽ ഒരു ചെറിയ പന്നിക്കുട്ടി നല്ല സ്വാതന്ത്ര്യമായിട്ട് ഓടി നടക്കാണ്. ഇപ്പൊ ഈ ഒരു പന്നിക്കുട്ടി അത്രയും സ്വാതന്ത്ര്യമായിട്ട് ഓടി നടക്കുന്നു പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ഇത്രയും നാളും ആ ഒരു പന്നിക്കുട്ടിയെ ഒരു ഫാമിലെ അടച്ചിട്ട് മനുഷ്യർ വളർത്തുമായിരുന്നു. പക്ഷേ സ്നേഹം കൊണ്ട് മാത്രമല്ല, അത് വളർന്ന് വലുതാകുമ്പോഴത്തേക്കും എന്തായാലും അതിനെ വിറ്റ് കാശാക്കുക അല്ലെങ്കിൽ കൊന്ന് കറി വെക്കുക, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു മനുഷ്യർ ഈ പന്നിക്കുട്ടിയെ വളർത്തുന്നത്. ഇപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു പന്നിക്കുട്ടി ആയതുകൊണ്ട് കാട്ടിലെ വലിയ ചെന്നായ്ക്കളും വേറെ മൃഗങ്ങളൊക്കെ ഇതിനെ അറ്റാക്ക് ചെയ്യാനുണ്ടാവും. പക്ഷേ അതൊക്കെ കടിച്ചു കൊന്നാലും ഒരു കുഴപ്പമില്ല. പക്ഷെ മനുഷ്യരുടെ ഇടയിൽ ഒരടിമയെ പോലെ ജീവിതകാലം മുഴുവൻ അവരിട്ടേക്കുന്ന ആ ഒരു കൂട്ടിൽ വളരുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലുള്ള കാട്ടിൽ ജീവിച്ച് സ്വാതന്ത്ര്യമായിട്ട് മരിക്കുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരു പന്നിക്കുട്ടി. ഇതേ സമയം തന്നെ ആ ഒരു കാടിനുള്ളിൽ ഈ പന്നിക്കുട്ടിയെ കാണാനില്ലാത്തതുകൊണ്ട് അതിന്റെ ഉടമയായിട്ടുള്ള ഈ കഥയിലെ നായിക ക്രിസ്റ്റി തന്റെ പന്നിക്കുട്ടിയെ ഒരു കാടിനുള്ളിൽ പെട്ടുപോയെന്നും അതിനെ ചെന്നായ്ക്കൾ കടിച്ചു കയറി കൊല്ലോലോ എന്നുള്ള ആ ഒരു വിഷമത്തില് ഈ പന്നിക്കുട്ടി അന്വേഷിച്ച് കിടക്കുന്ന ഹീറോയിൻ അതേസമയം ഈ കാടിന് വെളിയിലൂടെ ഒരു കാറ് അവിടെയുള്ള റോഡ് വഴി ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിലാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള സാമുവൽ ഉള്ളത്. ഇപ്പൊ സാമുവല് നല്ല വിഷമത്തില് തന്റെ കാർ ഓടിച്ചോണ്ട് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാല് സാമുവലിനെ ഫാമിലി ആയിട്ട് പ്രത്യേകിച്ചും പറയാനായിട്ട് വേറെ ആരുമില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു അച്ഛൻ മാത്രമാണ്. പക്ഷെ അയാളെ കുറെ നാളായിട്ട് കാണാനില്ല. അപ്പൊ അയാൾ ഈ ഒരു കാടിന്റെ സ്ഥലത്തായിട്ട് വന്നു പോയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയാണ് സാമുവല് തന്റെ അച്ഛനെ അന്വേഷിച്ച് ഇവിടെ വരുന്ന വഴിക്ക് തന്നെ കാടിനുള്ളിൽ നിന്ന് വരുന്ന ഒരാളെ കണ്ടിട്ട് അയാളുടെ അടുത്ത് സാമുവലിന്റെ അച്ഛന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇതുപോലെ ഒരാളെ ഇവിടെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ സാമുവലിനെ അറിയാത്ത എന്തോ ഒരു ഭാഷയും പറഞ്ഞിട്ട് സാമുവലിനെ വഴക്ക് പറഞ്ഞു പോകുന്നു. ഈ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ, ഇതുപോലെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നതിനാ. ഓക്കെ, എന്തായാലും താൻ അന്വേഷിച്ചല്ലേ മതിയാവും. അതുകൊണ്ട് കാർ എടുത്ത് വീണ്ടും അങ്ങനെ ആ ഒരു വഴിയിലൂടെ പോകുമ്പോഴത്തേക്കാണ് അവന്റെ അച്ഛന്റെ ഫോട്ടോ അടുത്തുള്ള സീറ്റിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കാറ്റടിച്ചിട്ട് ആ ഒരു ഫോട്ടോ അങ്ങനെ പറന്നു പോകുന്നതും ഈ ഫോട്ടോ പിടിക്കാൻ വേണ്ടി അവൻ ആ ഒരു ഫോട്ടോയിലേക്ക് നോക്കുന്ന സമയത്ത് ഈ കാടിനുള്ളിൽ സ്വാതന്ത്ര്യമായിട്ട് ചുറ്റിയിടുന്ന നമ്മുടെ പന്നിക്കുട്ടി ഉണ്ടല്ലോ, അത് പെട്ടെന്ന് റോഡിലേക്ക് വന്ന് നിൽക്കുന്നതും ഹീറോ അതിനെ കാണുന്നില്ല. പെട്ടെന്ന് വന്ന് ആ ഒരു പന്നിക്കുട്ടിയെ ഒരു ഒറ്റയിടി പെട്ടെന്ന് കാറിന്റെ ബ്രേക്ക് അടിച്ചിട്ട് ഓ പാവ ആ ഒരു പന്നിക്കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ എന്തോ ആ ഒരു പന്നിക്കുട്ടി മരിച്ചിട്ടില്ല. അങ്ങനെ അതിനെടുത്ത് കാറിലേക്ക് ഇട്ടിട്ട് അടുത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും മൃഗാശുപത്രി ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി അവൻ ആ ഒരു പന്നിക്കുട്ടിയെ കൊണ്ട് പോവാണ്. കുറേ ദൂരം യാത്ര ചെയ്തിട്ടും അതുപോലെ ഒരു മൃഗാശുപത്രിയോ മറ്റു കാര്യങ്ങൾ അവന് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു ഗ്യാസ് സ്റ്റേഷനും അതേപോലെ തന്നെ അതിനടുത്തായിട്ട് വലിയൊരു ഷോപ്പും കാണുന്നത്. അപ്പോൾ അവിടെ മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നും എന്തെങ്കിലും മരുന്ന് വെച്ചിട്ട് ഈ ഒരു പന്നിക്കുട്ടിയെ രക്ഷിക്കാന്ന് പറഞ്ഞ് അകത്തേക്ക് ചെന്നിട്ട് അവിടെയുള്ളവരുടെ സഹായം ചോദിക്കും. പക്ഷെ അതൊരു പന്നിക്കുട്ടി ആയതുകൊണ്ട് തന്നെ അവിടെയുള്ളവർ സഹായിക്കാനായിട്ടൊന്നും തയ്യാറാവത്തില്ല. ഇനിയിപ്പോൾ ഈ ഒരു പന്നിക്കുട്ടിയെ രക്ഷിക്കണമല്ലോ. അങ്ങനെ രാത്രി ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നാലും ചിരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പന്നിക്കുട്ടിക്ക് അനക്കമില്ല. ഇതുകൂടിയാവുന്നത് ഹീറോ സ്വയം പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ, കഴിഞ്ഞു, നീയാണ് അതിനെ കൊന്നത് എന്നല്ല സ്വയം പറഞ്ഞ് അവന് തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, അതിനെ എവിടെയെങ്കിലും കുഴിച്ചിടാന്ന് പറഞ്ഞിട്ട് ഈ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ ഈ കാടിനുള്ളിലേക്ക് ഈ പന്നിക്കുട്ടിയെ കൊണ്ടുപോവാണ്. എന്താണെന്ന് വെച്ചാൽ അതിനെ കുഴിച്ചിടാൻ വേണ്ടി. അങ്ങനെ നേരെ ആ ഒരു കാടിനടുത്തേക്ക് വന്നിട്ട് കുഴിയെല്ലാം എടുത്ത് ഈ പന്നിക്കുട്ടിയെ കുഴിച്ചിടാണ്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് ദൂരെ ഒരു സ്ത്രീ രൂപം കാണുന്നതും എന്റെ അമ്മച്ചിയെ പ്രേതമെന്ന് പറഞ്ഞൊരു ഒറ്റ ഓട്ടം. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഒരു പന്നിക്കുട്ടിയെ എടുത്ത് നേരെ കാറിലേക്ക് കൊണ്ടുവച്ചിട്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അത് വേറെ ആരുമല്ല, ക്രിസ്റ്റി ഉണ്ടല്ലോ, ഈ പന്നിക്കുട്ടി അന്വേഷിച്ച് കിടന്ന നമ്മുടെ ഹീറോയിൻ അവളായിരുന്നു. അങ്ങനെ ക്രിസ്റ്റി തന്റെ ഈ ഒരു പന്നിക്കുട്ടിയെ കാണുന്നതും അവളും നല്ല ടെൻഷനായിട്ട് അവനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും സാമുവൽ വിചാരിക്കും ഓക്കെ ഇന്നത്തോടെ തന്റെ കാര്യം കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത്. ആ ഒരു പന്നിക്കുട്ടിയുടെ കാലുകയെല്ലാം അനങ്ങുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അത് പൂർണ്ണമായിട്ട് മരിച്ചിട്ടില്ല. ഇത് കണ്ട സാമുവൽ പെട്ടെന്ന് ക്രിസ്റ്റിയോട് പറയും, ഹേയ് ഒരു കുഴപ്പമില്ല, പന്നിക്കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, അത് ജീവനോട് തന്നെയുണ്ട്, ഓക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ്റ്റി പറയും, ഓ ഭാഗ്യം, ഞങ്ങൾക്ക് പന്നിക്കുട്ടിയാണ് എല്ലാം, പന്നിക്കുട്ടിയാണ് ഞങ്ങളുടെ ജീവിത മാർഗം തന്നെ എന്നെല്ലാം അവൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ സാമുവല് ഓക്കെ എന്തായാലും നിങ്ങളുടെ പന്നിക്കുട്ടിയെ കിട്ടിയല്ലോ, ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് എങ്ങനെ വീട്ടിലേക്ക് പോകും, ഞാൻ തന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവളെ കാറിന്റെ മുൻവശത്തേക്ക് കയറ്റിയിരുത്തി. ഇപ്പോൾ സാമുവല് അവളെ നേരെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അവൾ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ആ ഒരു പന്നിക്കുട്ടിയുടെ മൈൻഡ് വോയിസിൽ എന്താന്ന് വെച്ചാല് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടത് പോരാഞ്ഞിട്ട് ഇപ്പൊ അതേപോലെ തന്നെ പിടിച്ചോണ്ട് പോകുന്നു. ഇതിൽ നല്ലത് ആ ഒരു കാട്ടിൽ കിടന്ന് മരിച്ചാൽ മതി എന്നാണ് അത് ചിന്തിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാടിനുള്ളിലുള്ള ഇവരുടെ വീട്ടിലേക്ക് പോകുന്നതും ഇപ്പൊ ആ ഒരു പന്നിക്കുട്ടിയെ അതിന്റെ ആ ഒരു കൂട്ടിലേക്ക് ആക്കിയിട്ട് നമ്മുടെ സാമുവലിനെ ക്രിസ്റ്റി നല്ലതുപോലെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ബ്രെഡ് കഴിക്കാനായിട്ട് കൊടുക്കുന്നു, അതേപോലെ മദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സാമുവലിനോട് അവൻ ആരാണ്, എവിടുന്നാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയും, ഇതുപോലെ ഞാൻ എൻ്റെ അച്ഛൻ അന്വേഷിച്ച് വന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അല്ല നിങ്ങൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ ഈ കാടിനുള്ളിൽ പന്നിയെ വളർത്തിയിട്ട് അതിനെ വിറ്റാണ് ജീവിക്കുന്നത്, അധികമായിട്ട് അങ്ങനെ വെളിയിലൊന്നും പോകാറില്ല, ഈ കാടും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾക്ക് വലുത്,
അപ്പോൾ ഹീറോ തന്റെ അച്ഛന്റെ പേര് പറഞ്ഞിട്ട്, ദേ ഇതുപോലെ പേരുള്ള ഒരാളെ നിങ്ങൾ ഈ ഒരു കാടിന്റെ ഏതെങ്കിലും വശത്ത് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നതായിട്ട് അറിയുമെന്ന് ചോദിക്കുമ്പോൾ, എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചേ? ഇല്ല, അവസാനമായിട്ട് എന്റെ അച്ഛനെ കണ്ടത് ഇവിടെയാണെന്നാണ് ഒരുപാട് പേര് പറഞ്ഞത്, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ, ഇല്ലില്ല അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റി ഇപ്പോൾ മാറി നിന്ന് ഒരു പ്രത്യേക രീതിയിൽ അവനെ നോക്കുന്നുണ്ട്. ആഹാ, ഇതൊരു വല്ലാത്ത നോട്ടമായിപ്പോയി. എന്നിട്ട് സാമുവലിനോട് ചോദിക്കും, നിങ്ങൾ നല്ല ടയേർഡല്ലേ, ഇന്നിവിടെ റെസ്റ്റ് എടുത്തിട്ട് നാളെ പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ, അത് കേട്ടിട്ട് ഹീറോയ്ക്കും എന്തായാലും ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം അവന് നല്ല ടയേർഡാണ്. ഇത്രയും നല്ല രീതിയിൽ അവനെ സൽക്കരിച്ചിട്ട് ഇവരിങ്ങനെ പറയുമ്പോഴത്തേക്കും എന്തായാലും ഇത് കേൾക്കാതിരിക്കാനും കഴിയത്തില്ലല്ലോ. അങ്ങനെ ക്രിസ്റ്റി തന്റെ അമ്മയുടെ മുറിയാണ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. എന്താന്ന് വെച്ചാൽ ക്രിസ്റ്റിക്ക് അമ്മയില്ല, അമ്മ മരിച്ചുപോയി. അങ്ങനെ ഹീറോ തന്റെ ഷർട്ടെല്ലാം ഊരിക്കളഞ്ഞ് ആ ഒരു ബെഡിൽ പോയിട്ട് ഇത്രയും നല്ലൊരു വീട്ടിലേക്കാണല്ലോ വന്നെല്ലാം പറഞ്ഞിട്ട് അതിനകത്ത് കിടക്കാണ്. ഇതേ സമയം നമ്മുടെ ക്രിസ്റ്റി ആണെങ്കിലോ ഇപ്പോൾ രാത്രി മുഴുവനായിട്ട് ഉറങ്ങാതെ അവൾ ആകാശത്തേക്ക് തന്നെ നോക്കിയിരുന്നിട്ട് തന്റെ അമ്മയ്ക്ക് പകരം നല്ലൊരാണിനെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതും ആലോചിച്ചുകൊണ്ട് അവളിങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് തന്നെ കണ്ണൂർന്ന് എഴുന്നേൽക്കാണ്. എന്നിട്ട് റൂമിന്റെ വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് രണ്ടുപേര് ഒരു വല്ലാത്ത നോട്ട ഹീറോയെ തന്നെ നോക്കി നിൽക്കുന്നു. ഇത് കണ്ട ഹീറോ ചാടി എഴുന്നേറ്റ് അവരുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതും അതിലൊരാള് വയസ്സായിട്ടുള്ള ഒരാളുണ്ടല്ലോ, അയാള് ക്രിസ്റ്റീന്റെ അച്ഛനാണ്. മറ്റൊരുത്തന്റെ പേര് ജങ്കിട്ട്. അവൻ ഈ ഒരു ഗ്രാമത്തിലെ കുട്ടിക്കാലം മുതൽ തന്നെ ഇവർക്ക് സഹായമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ ജങ്കിട്ട് പതിയെ ഹീറോയുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് അവനോട് സംസാരിക്കുമെന്ന് വിചാരിക്കുമ്പോൾ തല കൊണ്ടുവന്നിട്ട് ഹീറോയുടെ മുഖത്തേക്ക് ഒരു ഒറ്റയിടി. ഹീറോ ബോധം പോയിട്ട് താഴെ വന്ന് വീഴുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും എന്താന്ന് വെച്ചാല് നമ്മുടെ ഹീറോ ഇപ്പോൾ ആ പന്നികളിട്ടേക്കുന്ന കൂടുണ്ടല്ലോ അതിനുള്ളില് ഈ പന്നികൾക്കൊപ്പം ഒരു പന്നിയായിട്ട്, അതും ദേഹത്തൊന്നും ഡ്രസ്സൊന്നും ഇല്ലാതെ അവന്റെ കഴുത്തിലൊരു ചങ്ങലയിട്ട് അതിനകത്ത് കെട്ടിയിട്ടേക്കാണ്. അതുമല്ല അവിടെ തന്നെ ക്രിസ്റ്റിയും ഉണ്ട്, അതേപോലെ ജങ്കിട്ടും ഉണ്ട്. ജങ്കിട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മണ്ടനാണെങ്കിലോ ഹീറോയെ കണ്ട ഉടനെ തന്നെ നല്ലതുപോലെ അവനെ അടിക്കാൻ തുടങ്ങും. ഒരു കാരണവുമില്ല, വെറുതെ അങ്ങ് അടിക്കുകയാണ്. ഇപ്പൊ ക്രിസ്റ്റീനെ ഞാൻ ഹീറോയിനെന്ന് പറയുകയും ചെയ്തു. പറയണ്ടായിരുന്നല്ലേ, ഇങ്ങനെയായിരുന്നു ഈ ഒരു കഥാപാത്രം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറയത്തില്ലായിരുന്നു. ഇപ്പോൾ സാമുവല് ആ ഒരു മണ്ടനോട് ചോദിക്കുന്നുണ്ട്, എടാ എന്തിനാ നീ എന്നെ ഇങ്ങനെ ഇട്ട് അടിക്കുന്നത്, കാരണമെങ്കിലും പറയാൻ പറയുമ്പോൾ അവൻ ഇപ്പോഴും നിർത്താതെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ചാട്ടവർ വാങ്ങിയിട്ട് തിരിച്ച് ഈ രണ്ട് കൊടുക്കാനുള്ളത്. ഇപ്പോൾ ജങ്കിട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ സാമുവലിനെ അടിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇവൻ കുട്ടിക്കാലം മുതൽ തന്നെ ഈ ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്നതാണല്ലോ. അതുമല്ല ഹീറോയിനായിട്ടുള്ള ക്രിസ്റ്റീനെ അവൻ കുട്ടിക്കാലം മുതൽ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇതുപോലെ കാണാൻ സുന്ദരനായിട്ടുള്ള നമ്മുടെ സാമുവലി ഇവിടെ വന്നതുകൊണ്ട് അവളുടെ മനസ്സ് വല്ലതും മാറിയാലോ എന്നുള്ള ആ ഒരു ദേഷ്യവും ആ ഒരു അസൂയെല്ലാം കാരണമാണ് സാമുവലിനെ അവനിപ്പോൾ ആവശ്യമില്ലാതെ അടിക്കുന്നത്. അങ്ങനെ നമ്മുടെ ക്രിസ്റ്റി ഇപ്പോൾ ഇടയ്ക്ക് കയറിയിട്ട്, ദേ അവനെ അടിക്കാനായിട്ട് നിനക്ക് ഒരു അധികാരമില്ല, അവൻ ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞിട്ട് ജങ്കിട്ടിനെ വെളിയിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ അവൻ ഇപ്പോൾ ദേഷ്യപ്പെട്ട് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും നമ്മുടെ സാമുവലി ക്രിസ്റ്റിയോട് ചോദിക്കുന്നുണ്ട്, പ്ലീസ് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ, എന്നെ ദയവ് ഇത് അഴിച്ചുവിടാൻ പറയുമ്പോൾ അവൾ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ക്രിസ്റ്റിയുടെ അച്ഛനുണ്ടല്ലോ അയാൾ അകത്തേക്ക് കയറി വന്ന് ഒരു ആവശ്യമില്ലാതെ നമ്മുടെ സാമുവലിനെ പിന്നെ അടിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ സാമുവലിനെ ആൻസറിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അവർ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും സാമുവലിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇതുപോലൊരു പെൺകുട്ടിയെ സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് അവളെ കൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അവർ ഇതുപോലൊരു പണി അവന് കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വെളിയിലേക്ക് പോയ അവരാണെങ്കിൽ പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്നു. കയ്യിലാണെങ്കിൽ 2 ബക്കറ്റ് ഉണ്ട്. ഇപ്പൊ ആ ഒരു ബക്കറ്റിൽ എന്താന്ന് വെച്ചാൽ പന്നികൾക്കുള്ള ആഹാരമാണ്. എന്നിട്ട് സാമുവലിനോട് പറയും, ദേ ഇനി മുതൽ നീയാണ് പന്നികളെ നോക്കാനുള്ളത്, അവർക്ക് ആഹാരം കൊടുക്കേണ്ട രീതി ദേ ഇതുപോലെയാണെന്ന് പറഞ്ഞ് അതിൽ കമ്പലിട്ട് കലക്കി കാണിച്ചിട്ട് ഒരു ബക്കറ്റ് അവർക്കും ഒരു ബക്കറ്റ് നിനക്കും എന്ന് പറഞ്ഞ് വെച്ചു കൊടുക്കുന്നതും സാമുവൽ അത് എത്തി നോക്കുമ്പോഴത്തേക്കും പന്നിക്കും അവരും ഒരേ ആഹാരം കാണുമ്പോൾ തന്നെ അറപ്പ് പോലെ തോന്നുന്നു. അതുകൊണ്ട് അവൻ ദേഷ്യപ്പെട്ട് പെട്ടെന്ന് അത് തട്ടി ഞാൻ കളയുമ്പോഴത്തേക്കും ക്രിസ്റ്റിയുടെ അച്ഛൻ അവനെ അടിക്കാനായിട്ട് വരും. എന്താ നീ കാണിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ക്രിസ്റ്റി പറയും, ഇല്ല വേണ്ടച്ചാ, ഇപ്പൊ എന്തായാലും ഒന്നും ചെയ്യണ്ട, അവന്റെ വിശപ്പ് തന്നെ അവനുള്ള ശിക്ഷയാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് അവളുടെ അച്ഛനെ പറഞ്ഞു വിട്ടിട്ടാണ് ക്രിസ്റ്റി ഇപ്പോ സാമുവലിനെ നോക്കി പറയുന്നത്, ദേ എന്റെ അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, നല്ല രീതിയിൽ നിങ്ങളെ ശിക്ഷിക്കും, അതുകൊണ്ട് അയാൾ പറയുന്നത് പോലെ നിങ്ങൾ കേട്ടാലേ നിങ്ങൾക്ക് ഇവിടെ കഴിയാൻ പറ്റുമെന്ന് പറയുമ്പോൾ സാമുവല്, അതിന് നിങ്ങൾ വളർത്തുന്ന പന്നിയല്ല ഞാൻ ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും മറുപടി പറയാതെ അവൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയിലെ നമ്മുടെ ഹീറോ നല്ലതുപോലെ ഉറങ്ങിപ്പോയി വിശപ്പ് കാരണം. രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ മുന്നിലെ മനുഷ്യർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ആഹാരം കുറച്ച് പ്ലേറ്റിലായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ നല്ല വിശപ്പുണ്ടല്ലോ. പെട്ടെന്ന് വന്നിട്ട് അത് എടുക്കാന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു ചങ്ങല അവിടെ വരെ എത്തുന്നില്ല. എന്താന്ന് വെച്ചാല് അവൻ ആ ഒരു വിശപ്പ് കാരണം ഇത്രയും നല്ല ഫുഡ് മുന്നിലിരിക്കുന്ന കഴിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ തന്നെ കിടക്കേണ്ടി വരുമല്ലോ. അതാണ് അവനുള്ള ശിക്ഷ. അങ്ങനെ വിശപ്പില്ല ആ ഒരു ഫുഡ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സാമുവലെ രക്ഷപ്പെടുത്തിയ ആ ഒരു ചെറിയ പന്നിക്കുട്ടി ഉണ്ടല്ലോ അത് പെട്ടെന്ന് വന്ന് ആ ഒരു ആഹാരം എല്ലാം കഴിച്ചു തീർക്കാണ്. ഇപ്പോൾ സാമുവലിന് ഒന്നും ചെയ്യാൻ കഴിയാതെ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസമായി. രാവിലെ ആവുന്നതും ഈ ഒരു പന്നിക്കൂടിനകത്തേക്ക് 2 വയസ്സായിട്ടുള്ള ആളുകൾ കയറി വരുന്നു.
ഇവരെ കാണുമ്പോഴത്തേക്കും നമ്മുടെ സാമൂല്, സാർ പ്ലീസ് എന്നെ രക്ഷിക്കണം, ഇവർ ഇതുപോലെ എന്നെ പൂട്ടിയിട്ടേക്കാണ്, അതൊരു മൃഗത്തെ പോലെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്, എന്നെ രക്ഷപ്പെടുത്തണമെന്നല്ല പറയുമ്പോഴത്തേക്കും ആഹാ വേറൊന്നുമല്ല, ആ വന്ന രണ്ടുപേരും ഈ ഒരു ഗ്രാമത്തിലുള്ളവരാണ്. അതും ഇവിടെയുള്ള ഈ ഒരു പന്നികളെല്ലാം കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്യുന്നത് ഇവർ രണ്ടുപേരാണ്. അങ്ങനെയുള്ള ബിസിനസ്സുകാര്. ഇപ്പോ ഇതെല്ലാം കാണുമ്പോഴത്തേക്കുള്ളൊരു സംശയം എന്താന്ന് വെച്ചാല്, ഈ ഗ്രാമത്തിലുള്ളവരാരും മനുഷ്യരല്ലേ? മറ്റൊരു മനുഷ്യനെ ഇതുപോലെ ഇട്ട് ഉപദ്രവിക്കുമ്പോൾ അവരെന്തുകൊണ്ടാണ് നോക്കി നിൽക്കുന്നതെന്ന് മാത്രം അറിയുന്നില്ല. ഇപ്പൊ ആ 2 വയസ്സായിട്ടുള്ള അപ്പൂവന്മാരുണ്ടല്ലോ, അവരിൽ ഒരാള് ജങ്കിട്ട് എന്ന് പറഞ്ഞിട്ട് അവന്റെ അച്ഛനാണ്. സ്വന്തം മകനെ കൊണ്ടുപോലും ഒരു ഉപയോഗം അയാൾക്കില്ലാത്തതുകൊണ്ട് ക്രിസ്റ്റിയുടെ ഫാമിലിക്ക് അവനെ വിറ്റേക്കാണ്. അങ്ങനെ ഹീറോയെ കുറച്ചു നേരം അവർ നോക്കി നിന്നിട്ട് ഇപ്പൊ അവിടെയുള്ള പന്നികളെല്ലാം ഇവര് രണ്ടുപേരും നോക്കി. അന്നത്തെ ആ ഒരു കച്ചവടം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പൊ രാത്രി കാണിക്കുമ്പോഴത്തേക്കാണ് ജങ്കിട്ട് എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, അവൻ ഇപ്പൊ ഇവിടെയുള്ള ആരും കാണാതെ ആ ഒരു പന്നിയുടെ കൂട് അത് തുറക്കാണ്. തുറന്നകത്തേക്ക് വന്നിട്ട് അവന്റെ കയ്യിൽ ഈ ഒരു ചങ്ങലെല്ലാം കട്ട് ചെയ്തൊരു കട്ടറുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ ഹീറോയുടെ ആ ഒരു ചങ്ങലുണ്ടല്ലോ അത് കട്ട് ചെയ്ത് വിട്ട് അവൻ ഇപ്പോൾ രക്ഷിക്കാൻ പോവാണ്. ഇത് കാണുന്ന ഹീറോയ്ക്ക് നല്ല സന്തോഷമായി. പക്ഷെ അവനാണെങ്കിലോ ഈ ചങ്ങല നല്ലതുപോലെ കട്ട് ചെയ്യാനായിട്ട് അറിയത്തില്ല. ഇത് കണ്ട ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു കട്ടർ പിടിച്ചു വാങ്ങി ഈ ചങ്ങലെങ്ങ് കട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ജങ്കിട്ട് നമ്മുടെ സാമുവലിനെ രക്ഷിക്കാനായിട്ടുള്ള കാരണം എന്താണെന്നറിയോ? നേരത്തെ പറഞ്ഞത് തന്നെയാണ്, സാമുവൽ ഇവിടെ ഉണ്ടെങ്കിൽ ഹീറോയിന് ചിലപ്പോൾ അവനെ ഇഷ്ടപ്പെട്ടിട്ട് അവനെ കല്യാണം കഴിക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഹീറോ രക്ഷപ്പെടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ടാണ് നമ്മുടെ സാമുവലിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജങ്കിട്ട് സഹായിക്കുന്നത്. ഇപ്പൊ കൂടിന് വെളിയിൽ ഇറങ്ങുന്നതും ഹീറോയുടെ ദേഹത്ത് ഒരു തുണി പോലും ഇല്ല. എന്നാലും ജങ്കിട്ട് പുറകെ വന്നിട്ട് ഓടറാ ഓടറാ എന്ന് പറഞ്ഞിട്ട് സാമുവലിനെ ഓടിച്ചു വിടുകയാണ്. സാമുവലും എവിടെയും നിൽക്കാതെ ഓടുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ക്രിസ്റ്റി ഉണ്ടല്ലോ, അവളും ഈ കാര്യം കണ്ടിട്ട് ഇവരുടെ പിറകെ തന്നെ ഓടുന്നു. അച്ചാതെ അവൻ ഓടുന്നു എന്ന് പറഞ്ഞിട്ട് അവള് നമ്മുടെ സാമുവലിനെ പിടിക്കാൻ വേണ്ടി പിറകെ ഓടുന്നു. അങ്ങനെ സാമുവല് കുറേ ദൂരം ഓടി വന്നിട്ട് ഇപ്പൊ കുറച്ചുകൂടി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയൊരു കാടാണ്. അവിടേക്ക് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ കാടും അതിനുള്ളിൽ ചെന്നായ്ക്കളും ഉണ്ട്. അവിടെ ചെന്നാൽ ചെന്നായ്ക്കൾ എന്തായാലും കടിച്ചു പറിച്ച് കൊല്ലും. തിരിച്ച് പിറകിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഭ്രാന്തന്മാരുടെ കയ്യിൽ കിടന്ന് അടി കൊണ്ട് മരിക്കേണ്ടി വരും. മുന്നിലാണെങ്കിൽ ചെന്നായ്ക്കൾ കരയുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. ഇതിലിപ്പോ ഏത് തെരഞ്ഞെടുക്കണമെന്ന് സാമുവൽ ആലോചിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ക്രിസ്റ്റി ഓടി ഇവരുടെ പിറകെ വന്നല്ലോ. അവളെ കണ്ടത് ജങ്കിട്ട് പെട്ടെന്ന് അവളെ പിടിച്ച് താഴേക്ക് തള്ളിയിട്ടിട്ട് ആ ഒരു കട്ടിംഗ് പ്ലെയർ വെച്ച് അവളുടെ മൂക്കിലേക്ക് പിടിക്കും. എന്നിട്ടാണ് പറയുന്നത്, നിനക്ക് ഈ ഒരു സൗന്ദര്യം ഉള്ളത് കൊണ്ടല്ലേ നീ ഇത്ര അഹങ്കരിക്കുന്നത്? ഈ സൗന്ദര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നെ ആരും നോക്കാൻ പോകുന്നില്ല, നിന്നെ കെട്ടുന്നത് ഞാൻ തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് അവളുടെ മൂക്ക് തകർക്കാൻ വേണ്ടി അവൻ നോക്കാണ്. ഈ സമയത്ത് നമ്മുടെ സാമുവലാണെങ്കിലോ ഓടി രക്ഷപ്പെടാനുള്ളവൻ നേരെ വന്നിട്ട് ജങ്കിട്ടിന്റെ കഴുത്തിലേക്ക് കയറിട്ട് പിടിച്ച് ഇപ്പോ നമ്മുടെ ക്രിസ്റ്റിയെ അവനിൽ നിന്ന് രക്ഷിക്കാണ്. എന്റെ പൊന്നോ, മണ്ടൻ എന്ന് പറഞ്ഞാലും മണ്ടൻ. നല്ലൊരു അവസരം കിട്ടിയിട്ട് അവൻ ഓടി രക്ഷപ്പെടാതെ വീണ്ടും തിരിച്ചു വന്നേക്കുന്നു. അങ്ങനെ അവസാനം ക്രിസ്റ്റിയുടെ അച്ഛൻ അവിടേക്ക് വരുന്നതും ക്രിസ്റ്റി അവളുടെ അച്ഛനോട് കാര്യം പറയും, ഇതുപോലെ ജങ്കിട്ടിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയത് ഇയാളാണെന്ന് പറയുമ്പോൾ എന്തായാലും നമ്മുടെ സാമുവലിനെ അവർ വീണ്ടും ആ ഒരു കൂട്ടിലേക്ക് തന്നെ കൊണ്ടുപോവാണ്. എന്നിട്ട് എന്താണ്, നമ്മുടെ ക്രിസ്റ്റിയെ സഹായിച്ചത് കൊണ്ട് അവളുടെ അച്ഛൻ സാമുവലിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു പാൻറ് മാത്രം കൊടുക്കുന്നുണ്ട്, ഒരു സമ്മാനം പോലെ. അത് തന്നെ വലിയ കാര്യം. അപ്പൊ ആ ഒരു സൈക്കോ അപ്പൂപ്പൻ ഇത്രയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ സാമുവലിന്റെ കഴുത്തിൽ ആ ഒരു ചങ്ങലയുണ്ട്. അവനെ മൃഗത്തെ പോലെ തന്നെയാണ് കാണുന്നത്. എന്തേ ഒരു മൃഗത്തിന് പാൻറ് ഇടാനായിട്ട് കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ തോന്നുന്നു അവരുടെ മനസ്സിൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, വീണ്ടും നമ്മുടെ സാമുവല് അവർ പറയുന്നത് പോലെയുള്ള ജോലികളൊക്കെ ചെയ്യാണ്. വേറൊന്നുമല്ല, ഈ പന്നിക്കൂടിനകത്ത് നിന്നിട്ട് ഈ ഒരു പന്നികളെല്ലാം നോക്കുക, അതിനെ കുളിപ്പിക്കുക, കൂട് വൃത്തിയാക്കുക, അതിന് ആഹാരം കൊടുക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ സാമുവൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി. അതുകൊണ്ട് അവനും ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടങ്ങ് പോയി. എന്താണെന്ന് വെച്ചാൽ അവൻ ഈ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ചെയ്യുന്നുണ്ട്, അവർ പറയുന്നത് പോലെ തന്നെ. അതുകൊണ്ട് ആ ഒരു സൈക്കോ അപ്പൂപ്പനെ അവനോട് കുറച്ചുകൂടി കരുണ തോന്നിയിട്ട് നമ്മുടെ സാമുവലിന്റെ ആ ഒരു ചങ്ങലയുടെ നീളം ഉണ്ടല്ലോ അത് കുറച്ചുകൂടി നീട്ടിക്കൊടുക്കും. വേറൊന്നുമല്ല, ഈ ഒരു കൂട്ടിൽ നല്ലതുപോലെ അവന് നടക്കാൻ കഴിയും. പക്ഷെ ആ ഒരു കൂടിന് വെളിയിൽ മാത്രം അവൻ ഇറങ്ങാൻ കഴിയത്തില്ല. ഓക്കെ, ഈ ഒരു മൂവിയിൽ ഈ ഒരു സീനെല്ലാം കാണുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ചാനലിലെ ദി ഗുഡ് ബോയ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ചെയ്ത ഒരു സിനിമയുടെ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കുക, കാണാത്തവരാണെങ്കിൽ മുകളിൽ ലിങ്ക് കൊടുത്തേക്കാം, മറക്കാതെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അങ്ങനെ നീളം കൂടി ആ ഒരു ചങ്ങലയുള്ളത് കൊണ്ട് കൂടിന് വെളിയിൽ പോകാൻ കഴിയും കേട്ടോ. എനിക്ക് തെറ്റിപ്പോയതാണ്. അങ്ങനെ സാമുവല് ഇപ്പൊ ആ ഒരു ചങ്ങലയും കൊണ്ട് കൂടിന് വെളിയിലേക്ക് വരും. കുറെ നാളുകൾക്ക് ശേഷമാണ് അവൻ ഇപ്പോൾ ആകാശം തന്നെ നല്ലതുപോലെ കാണുന്നത്. അതുകൊണ്ട് വെളിയിലേക്ക് വന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കാറ്റ്, ആ ഒരു പന്നിയുടെ കൂട്ടിലെ നാറ്റമുണ്ടല്ലോ അതല്ല, നല്ല ഫ്രഷ് കാറ്റ്, ആകാശം, ഇതെല്ലാം കണ്ട് നടന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് പുറയിൽ നിന്നും ആ ഒരു സൈക്കോ പൂവൻ ഏയ് എന്താ നോയിക്കൊണ്ടിരിക്കുന്നത്, വന്ന് ജോലി ചെയ്യാൻ പറയും. എന്താന്ന് വെച്ചാൽ ഒരു വലിയ പന്നിയുടെ മുന്നിൽ ഒരു ചുറ്റിയിലും വെച്ചിട്ട് അയാൾ നിൽക്കാണ്. വേറൊന്നും അല്ല, ഈ ഒരു പന്നിയുടെ തലയിൽ ചുറ്റിയിലുകൊണ്ട് അടിച്ചതിനെ കൊല്ലാനായിട്ടാണ് പറയുന്നത്. ഇത് കാണുന്ന സാമുവല് ഇല്ല എന്നെ കൊണ്ട് അത് മാത്രമേ കഴിയത്തില്ല അതെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ പൂവൻ വേറൊന്നും ചിന്തിക്കത്തില്ല.
ആ ചുറ്റിയിലെടുത്ത് ഈ ഒരു പന്നിയുടെ തലയിലേക്ക് അടിച്ച് അതിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. ഇത് കണ്ട ഹീറോയ്ക്ക് അത് നോക്കി നിൽക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു പന്നിയെ കൊന്നിട്ട് അതിനെ കട്ട് ചെയ്ത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതും അതിന്റെ കുഴൽമാലയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, രക്തവും അതെല്ലാം നമ്മുടെ സാമുവലിനോട് ക്ലീൻ ചെയ്യാനായിട്ട് പറയും. അങ്ങനെ സാമുവല് അത് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് അടുത്ത് ഒരു ശബ്ദം. അതെന്റെ അമ്മയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഒരു കുട്ടി വരുന്നത് പോലെ. ചേട്ടാ, ഇത്രയും നാൾ വന്നിട്ടും ഇതുപോലൊരു കുട്ടിയെ ഈ ഫാമിലിയിൽ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സാമുവല് തിരിഞ്ഞു നോക്കുമ്പോ ആഹാ, അത് വേറൊന്നുമല്ല, അതൊരു മനുഷ്യക്കുട്ടിയല്ല. സാമുവല് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ആ ഒരു പന്നിക്കുട്ടിയുണ്ടല്ലോ, അതായിരുന്നു. ഇപ്പോ അത് സംസാരിക്കുന്ന കാര്യം, അതിന്റെ മൈൻഡ് വോയിസ് നമ്മുടെ സാമുവലിന് കേൾക്കാൻ കഴിയും. ഇത് കേട്ട ഹീറോ പെട്ടെന്ന് തന്നെ ചാടി എഴുതി ഇനിയിപ്പോ എന്തൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു കൂടിനകത്തേക്ക് തന്നെ പേടിച്ചു പോകുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്രിസ്റ്റി സാമുവലിനെ കുളിപ്പിക്കുകയാണ്. എന്താന്ന് വെച്ചാല് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പാർട്ടി നടക്കാൻ പോകുന്നുണ്ട്. അതില് ഇവിടേക്ക് നേരത്തെ 2 വയസ്സായിട്ടുള്ള ആളുകൾ വന്നല്ലോ, ഇവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള. അവർ നടത്തുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ ആ ഒരു പാർട്ടിയിലേക്ക് നിന്നെ കൊണ്ടിരുത്തണം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കൊണ്ടിരുത്തണ്ടേ. ഈ പന്നികളെല്ലാം നോക്കുന്ന നീയും നിന്നെ നല്ലതുപോലെ കണ്ടാലേ അവർക്ക് കുറച്ച് സന്തോഷമാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റി അവനെ നല്ലതുപോലെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട്, അപ്പോൾ ഒരു മാറ്റവുമില്ല, പന്നികളുടെ കൂട്ടത്തിൽ ഒരു പന്നിയായിട്ട് തന്നെയാണ് ഹീറോയെ ഇപ്പോഴും അവർ കൊണ്ട് നടക്കുന്നത്. ഈ ഒരു കാര്യം അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്നതെല്ലാം കണ്ടപ്പോഴത്തേക്കും വിചാരിച്ചു എന്തോ അവൻ ഏതായാലും മാറ്റിക്കൊണ്ട് പോകാൻ പോവാണെന്ന്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇപ്പൊ ആ ഒരു പാർട്ടി തുടങ്ങുമ്പോഴത്തേക്കും ആ സൈക്കോ അപ്പൂപ്പൻ നമ്മുടെ സാമുവലിനെ അവിടേക്ക് കൊണ്ടുപോയിട്ട് പറയും, ദേ, ഈ ഒരു പാർട്ടിയിൽ നിനക്ക് ഇഷ്ടമുള്ള എന്തുവേണമെങ്കിലും കഴിക്കാൻ, നല്ലതുപോലെ കഴിച്ചോ, ഇതിനെല്ലാം നിനക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാർട്ടി അവിടെ നടക്കുന്നു. സാമുവല് നല്ലതുപോലെ ആഹാരം എല്ലാം കഴിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്രിസ്റ്റി അവന്റെ അടുത്തേക്ക് വന്നിട്ട് ബാ നമുക്ക് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ് സാമുവലിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവനെ വെച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും ഇവിടെ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്കും ഇതേ സമയം ആ ഒരു പാർട്ടിയിൽ വന്ന 2 ബിസിനസ്സുകാരുണ്ടല്ലോ, എന്താണ് വയസ്സായിട്ടുള്ള 2 പേര്, അവര് രണ്ടുപേരും ഇപ്പോ ഒരു നായയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് കുറച്ച് ഫുഡുമായിട്ട് അവിടേക്ക് ചെല്ലാണ്. കൊണ്ട് വെച്ചു കൊടുക്കുന്നത് നായയുടെ മുന്നിലല്ല, പകരം ജങ്കിട്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ മുന്നിലേക്ക്. എന്താന്ന് വെച്ചാൽ അവനെ ഇപ്പൊ ഒരു നായയായിട്ട് ഇവര് വളർത്തുകയാണ്. എന്താടാ, എന്ത് പറ്റി, നീ എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനിപ്പോ കെഞ്ചിക്കൊണ്ട് ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി അവനെ ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്ന ക്രിസ്റ്റി അവൻ കല്യാണം കഴിക്കാൻ പോവാണ്, പ്ലീസ് എങ്ങനെയെങ്കിലും എനിക്ക് അവളെ കല്യാണം കഴിച്ച് തരാൻ പറയുമ്പോൾ ഇവര് പറയും, ആദ്യം ഞങ്ങൾ പറയുന്നത് പോലെ നീ മര്യാദയ്ക്ക് ചെയ്യ്, നിന്നോട് നായെ പോലെ പെരുമാറാനല്ലേ പറഞ്ഞേ, എന്തേ ഒരു വട്ടം ഒന്ന് കാണിച്ചേ, ഞങ്ങൾക്കിപ്പോൾ ഇത് കാണണമെന്ന് പറയുമ്പോഴത്തേക്കും ജങ്കിട്ട് പെട്ടുന്ന ആ ഒരു നായനെ പോലെ അവരുടെ മുന്നിൽ കിടന്ന് ഉരുളുന്നു, അതേപോലെ തന്നെ ശബ്ദം വെക്കുന്നു, കുരയ്ക്കുന്നു, അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ട് അവർ ഇംപ്രസ് ആയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നതും ജങ്കിട്ടിനെയും നമ്മുടെ ഹീറോയെ എങ്ങനെയാണ് ആ ഒരു പന്നികളുടെ കൂട്ടത്തിൽ ഒരു പന്നിയായിട്ട് കെട്ടിയിട്ടേക്കുന്നത്, അതുപോലെ ഒരു നായയുടെ കൂടിനടുത്ത് ഇവനെയും കെട്ടിയിട്ടേക്കാണ്. ആ ഒരു നായയുടെ ഒപ്പം തന്നെയാണ് അവൻ കിടക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ആ സൈക്കോ അപ്പൂവൻ മാത്രമല്ല ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഭ്രാന്താണെന്ന്. ഒരു വട്ട് ഗ്രാമം, അല്ലാതെ നോർമലായിട്ട് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതുപോലെയെല്ലാം ചെയ്യൂ. ഇതേ സമയം ഇവിടെ നമ്മുടെ സാമുവല് ക്രിസ്റ്റിയായിട്ട് നല്ലതുപോലെ ഡാൻസ് എല്ലാം കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവന്റെ പിറകിൽ ഒരാൾ വന്നിട്ട് തലയ്ക്കൊരു ഒറ്റയടി. ആ സൈക്കോ അപ്പൂപ്പൻ, ഹേയ്, നിനക്ക് ഇതിനുള്ള അധികാരം ആരാ തന്നത്, എന്റെ മകളോടൊപ്പം ഡാൻസ് കളിക്കുന്നു എന്ന് പറഞ്ഞ് സാമുവലിനെ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നതും സാമുവല് ഇതാരുടെ ഈ ഒരു സൈക്കോ കുടുംബം എന്ന് പറഞ്ഞ് അവനിപ്പോ തിരിച്ച് ആ ഒരു പന്നിക്കൂടിനടുത്തേക്ക് തന്നെ നടന്നു പോവാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് സൈഡിൽ നിന്ന് ഒരാൾ കുരയ്ക്കുന്നു. ആ നായയുടെ കൂടിനടുത്ത് നിന്ന് നായ നല്ലതുപോലെ കുരയ്ക്കുന്നുണ്ട്. ഇത് കണ്ട സാമുവല് പെട്ടെന്ന് ആ ഒരു നായയുടെ മുന്നിലേക്ക് ചെന്നിരുന്നത് അതിനെ പേടിപ്പിക്കാൻ വേണ്ടി തിരിച്ച് അതേപോലെ ശബ്ദം ഉണ്ടാക്കി കുരയ്ക്കുകയാണ്. അപ്പോഴാണ് കൂടിനകത്ത് നിന്നും വേറൊരാൾ ഇറങ്ങി വരുന്നു. ആരുമല്ല, ജങ്കിട്ട്. അവനെ നായനെ പോലെ ഇവിടെ കെട്ടിയിട്ടേക്കാണല്ലോ. ഇപ്പോ ജങ്കിട്ട് സാമുവലിന്റെ മുന്നിലേക്ക് വന്നിട്ട് നായനെ പോലെ കുരച്ച് പെട്ടെന്ന് ഒരു വശത്തേക്ക് അവൻ ഇങ്ങനെ തല കാണിച്ചു കൊടുക്കുന്നതും എന്താണെന്ന് സാമുവൽ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് അവന്റെ കാറുണ്ടല്ലോ അതിവിടെ കിടക്കുന്നു. ഇത് കണ്ട സാമുവലിന് നല്ല സന്തോഷമായിട്ട് പെട്ടെന്ന് ഓടി ചെന്നിട്ട് ആ ഒരു കാറിലേക്ക് കയറിയിരുന്ന് ഡാഷ്ബോർഡിൽ എന്തോ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിക്കും. എന്താന്ന് വെച്ചാൽ വെളിലോകത്തെ ഫുഡ് കഴിച്ചത് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ദേ ഇപ്പോഴാണ്. അങ്ങനെ അതും ആസ്വദിച്ച് പെട്ടെന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് പോകാന്ന് വിചാരിക്കുമ്പോൾ അവന്റെ മുന്നിൽ ക്രിസ്റ്റി നിൽക്കുന്നു. അതുപോലെ അവള് പെട്ടെന്ന് അവളുടെ അച്ഛനെ വിളിച്ചിട്ട് അച്ഛാ ദൈവം പോകുന്നു ഇങ്ങനെ അലറി വിളിക്കുന്നതും ഇത് കാണുന്ന എന്റെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്നറിയോ, എടാ ഇടിച്ച് തെറിപ്പിച്ചിട്ട് രക്ഷോട്ട് പോടാ എന്നാണ്. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ, വീണ്ടും സാമുവലിനെ ആ ഒരു കൂടിനകത്ത് കെട്ടിയിട്ട് ഇവ രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ട് ആ സൈക്കോ അപ്പൂവൻ പിന്നെയും അവനെ എടുത്തിട്ട് അടിക്കുകയാണ്. അതും ആ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും വീണ്ടും അവൻ തന്റെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ ഒരു ദിവസം നിൽക്കുമ്പോഴത്തേക്കാണ് ഈ കൂടിന് വെളിയിലായിട്ട് ഒരു വലിയ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നു. എന്താന്ന് വെച്ചാൽ ഇവിടെയുള്ള പന്നികളെല്ലാം വെളിയിലേക്ക് കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോ നമ്മുടെ സാമുവൽ അതിനകത്ത് കിടന്നിട്ട് ഈ പന്നികളെ നോക്കി, ഓക്കെ നിങ്ങൾക്കെങ്കിലും ഇവിടെ നിന്നൊരു രക്ഷയുണ്ടല്ലോ, നിങ്ങളെങ്കിലും പോയി രക്ഷയോട് എന്ന് പറഞ്ഞ് അവൻ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ചെറിയ പന്നി ഉണ്ടല്ലോ അത് അവിടേക്ക് ഓടി വരുന്നു.
എന്താന്ന് വെച്ചാൽ ആ ഒരു ചെറിയ പന്നി പറയുന്ന കാര്യങ്ങളിൽ നമ്മുടെ സാമുവലിന് മനസ്സിലാവുമല്ലോ. ഇപ്പൊ ആ ഒരു പന്നിക്കുട്ടി എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് സാമുവലിനോട് പറയും, നിനക്കും ഇവിടുന്ന് രക്ഷ വേണം, നിനക്കും സ്വാതന്ത്ര്യം വേണം, അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു കട്ടിംഗ് പ്ലെയർ ഉണ്ടല്ലോ അത് കടിച്ചെടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ സാമുവലിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കും. സത്യം പറയൽ ഈ ഒരു പന്നിക്കുട്ടിക്കുള്ള അത്രയും ബുദ്ധി പോലും ഈ മണ്ടനില്ലാന്ന് തോന്നുന്നു. സോറി, ഹീറോ ആയിപ്പോയി, അറിയാതെ വായിൽ നിന്ന് വന്നതാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ സാമുവല് അതുപോലെ തന്നെ ആ ഒരു കട്ടിംഗ് പ്ലെയർ എടുത്ത് ഈ ഒരു ചങ്ങലയും കട്ട് ചെയ്ത് ഇവരാരും അറിയാതെ ആ ഒരു പന്നികളെ കൊണ്ടുവന്ന വണ്ടി ഉണ്ടല്ലോ അതിന് പിറകിൽ കയറിയിട്ട് ഓടിച്ചിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു പന്നികളെയും കൊണ്ട് പോകുന്നവരാണ് ജങ്കിട്ടും അതേപോലെ തന്നെ മറ്റൊരു ഡ്രൈവറും. അങ്ങനെ ഇവര് ഈ കാട് വഴിയെല്ലാം ഒരു വിധത്തിൽ വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു പുൽ മൈതാനം പോലെ ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്കും ഈ വണ്ടിക്ക് പിറകിലുള്ള പന്നികളുണ്ടല്ലോ അവരെല്ലാവരും ഒരു വശത്തേക്ക് കൂടി അങ്ങ് നിൽക്കും. അപ്പോൾ ഒരു വശത്ത് വെയിറ്റ് കൂടുമ്പോഴത്തേക്കും ഈ ഒരു വണ്ടിയുടെ ബാലൻസ് തെറ്റിയിട്ട് അത് ഒരു വശത്തേക്ക് മറിഞ്ഞങ്ങ് വീഴുന്നതും. ഇപ്പോൾ ഈ ഗ്യാപ്പിൽ നമ്മുടെ സാമുവല് പെട്ടെന്ന് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തുള്ള കാടിനകത്തേക്ക് ഓടും. ഇതാണെങ്കിലോ ജങ്കിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ അതിന് തടയേ കാര്യങ്ങളൊന്നും ചെയ്തില്ല. കാരണം സാമുവല് രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ അത്രയും നല്ലതാണല്ലോ. അതുകൊണ്ട് ജങ്കിട്ട് അത്രയും സന്തോഷിക്കുന്നുണ്ട്. ഇപ്പോൾ സാമുവൽ ഓടിപ്പോകുന്ന അതേ വഴി തന്നെ ബാക്കിയുള്ള ആ ഒരു പന്നികളും അവന്റെ പിറകെ തന്നെ ഓടി വരികയാണ്. ഇതേ സമയം നമ്മുടെ ക്രിസ്റ്റിയെ കാണിക്കുമ്പോൾ അവൾ ഇപ്പോൾ കൂട്ടിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സാമുവലിനെ കാണാത്തത് കൊണ്ട് അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ അച്ഛനടുത്തേക്ക് ഓടി വരാണ്. അച്ഛൻ അവനെ കാണാനില്ല, അവൻ രക്ഷപ്പെട്ടു പോയി, അത്രയേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് കരയുന്നു. ഷെടാ, അവനെ ഉപദ്രവിക്കുകയും വേണം, പിന്നെ അവനെ കാണാത്തത് കൊണ്ട് അവൾ കരയുകയും ചെയ്യുന്നു. ഇവക്ക് എന്താ സംഭവിച്ചതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെ ക്രിസ്റ്റി എന്താണ് ചിന്തിച്ചതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. വേറെ ഒന്നുമല്ല, അവൾ ഇത്രയും നാളും ആ ഒരു ഗ്രാമത്തില് ഒറ്റയ്ക്ക് അവളുടെ അച്ഛനും ബാക്കിയുള്ളവരും കൂടെ ഉണ്ടെങ്കിലും അവൾക്ക് അതൊരു സന്തോഷകരമായിട്ടുള്ള ജീവിതം അല്ലായിരുന്നു. അവളുടെ അമ്മ മരിച്ചതിന് ശേഷം അവൾ ഒറ്റയ്ക്കുള്ളൊരു ജീവിതം പോലെയാണ് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മുടെ സാമുവലിനെ അവൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് സാമുവലിനെ ഇഷ്ടപ്പെട്ട് തൻ്റെ ഗ്രാമത്തിലുള്ളവർക്കും അതേപോലെ തന്നെ അവളുടെ അച്ഛനും മനസ്സിലാവാത്ത രീതിയിൽ അവനെ അവളോടൊപ്പം അവിടെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അതുപോലെ അവനെ കെട്ടിയിട്ടത്. അല്ലാതെ സാമുവലിനെ ഉപദ്രവിക്കണമെന്ന് ക്രിസ്റ്റിക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. അവൾക്ക് കൂട്ടായിട്ട് അവൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ അവളുടെ കൂടെ വേണം. അതിനു വേണ്ടിയിട്ടാണ് സാമുവലിനെ അവിടെ നിർത്തിയത്. അത് എപ്പോഴെങ്കിലും അവനെ കല്യാണം കഴിക്കാമെന്നുള്ള ആഗ്രഹവും അവൾക്കുണ്ടായിരുന്നു. ഇപ്പോഴെന്താണ്, അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അതേപോലെ തന്നെ ആ ഒരു കാടിനുള്ളിലുള്ള ചെന്നായ്ക്കള് അവനെ കടിച്ചു കീറുമെന്നുള്ള ആ ഒരു പേടിയിലും കൂടിയാണ് അവൾ ഇത്രയും കരയുന്നത്. സ്റ്റാർട്ടിങ് സീനിൽ ആ ഒരു പന്നിക്കുട്ടി കാടിനുള്ളിൽ പെട്ടുപോകുമ്പോഴത്തേക്ക് അവൾ എങ്ങനെ വിഷമിച്ചു, അതുപോലെ തന്നെയാണ് നമ്മുടെ സാമുവല് ഈ കാടിനുള്ളിലേക്ക് പോകുമ്പോൾ അവൾ വിഷമിക്കുന്നത്. പക്ഷെ ഇങ്ങനെയെല്ലാം സ്നേഹം കാണിച്ചു കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? കെട്ടിയിടുമ്പോഴത്തേക്ക് അവർക്കല്ലേ അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാകത്തുള്ളൂ അവരെത്രത്തോളം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ഒരടിമയെ പോലെയാണ് അവിടെ കഴിയുന്നതെന്ന്. ഇവിടെ നമ്മുടെ സാമുവലിനെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോൾ കാടിനുള്ളിലൂടെ നല്ല വേഗതയിൽ ഓടുകയാണ്. കാരണം പകൽ സമയങ്ങളിൽ ചെന്നായ്ക്കൾ ഇല്ലാത്തതുകൊണ്ട് സാമുവല് നല്ല വേഗതയിൽ ഓടുന്നത്. പെട്ടെന്ന് അവിടെ വലിയൊരു കുഴി ഉണ്ടായിരുന്നു, അത് കെണിക്ക് വേണ്ടിയിട്ട് വെച്ചത്. അതിലേക്ക് നമ്മുടെ സാമുവല് ഒന്ന് വീഴും. കഴിഞ്ഞു, അവന്റെ കാര്യം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഹീറോ അതിനകത്ത് കിടന്ന് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കരയുന്നുണ്ടെങ്കിലും ഒരു കാര്യവുമില്ല. ഇപ്പോൾ സമയം പതിയെ പതിയെ കഴിഞ്ഞു പോകുന്നതല്ലാതെ ആരെയും രക്ഷപ്പെടുത്താനായിട്ട് വരുന്നതുമില്ല. അങ്ങനെ രാത്രിയാവുമ്പോൾ സാമുവല് അതിന്റെ താഴെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് ആ ഒരു ചെന്നായ്ക്കൾ മാത്രമേ ഒരു കുഴിയിലേക്ക് ഇറങ്ങുന്നില്ല. കാരണം ഇത്രയും വലിയൊരു കുഴിയായതുകൊണ്ട് ആ ചെന്നായ്ക്കളും പേടിച്ച് കരയിൽ തന്നെ നിൽക്കാണ്. അതുകൊണ്ട് സാമുവലിന് വേറെ കുഴപ്പമില്ല. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം രാവിലെയായി. അങ്ങനെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കാണ് ഒരു കയർ ഈ കുഴിയിലേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ സാമുവലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങനെ സാമുവല് ആ ഒരു കയറിൽ പിടിച്ച് മുകളിലേക്ക് കയറുമ്പോൾ അത് വേറെ ആരുമല്ല, ആ ഒരു പന്നിക്കുട്ടിയാണ്. അങ്ങനെ സാമുവല് ഒരു വിധത്തിൽ മുകളിലേക്ക് കയറി വരുന്നതും ആ പന്നിക്കുട്ടി തന്നെ അവന്റെ കഴുത്തിലുള്ള ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ അതഴിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ കുഴിയിൽ നിന്ന് മുകളിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ വണ്ടിയിൽ നിന്ന് മറിഞ്ഞു വീഴുമ്പോൾ സാമുവലിനെ ഫോളോ ചെയ്ത ഒരുപാട് പന്നികളുണ്ടല്ലോ അവരെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് ആ ഒരു പന്നികളെ നോക്കുമ്പോൾ ഇപ്പോൾ സാമുവലിന് ആ ഒരു പന്നികളുടെ മൈൻഡ് സെറ്റ് എന്താണ്, അവർക്ക് എങ്ങനെയാണ് ഫീൽ ആവുന്നത് ആ ഒരു കൂടിൽ കിടക്കുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളെല്ലാം അവന് മനസ്സിലാവും. കാരണം എത്രയൊക്കെ നല്ലതുപോലെ ഇവരെ വളർത്തിയാലും അവസാനം അറുക്കാനായിട്ട് കൊടുക്കും. അല്ലാതെ സ്നേഹം കാണിച്ചല്ല ഒരിക്കലും ഇവരെ വളർത്തുന്നത് എന്നുള്ള കാര്യം ആ പന്നികൾക്കും അറിയാം. അങ്ങനെ ഈ പന്നികളുടെ അവസ്ഥയെല്ലാം സാമുവൽ ആലോചിച്ച് നോക്കിയിട്ട് ഇപ്പൊ എല്ലാവരും കൂട്ടമായിട്ട് തന്നെ വെളിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കുടുംബത്തെ പോലെ. കാരണം പന്നികളുടെ അതേ അവസ്ഥയാണല്ലോ നമ്മുടെ സാമുവലിനുള്ളത്. അങ്ങനെ ഇവരെല്ലാവരും സന്തോഷിച്ചിട്ട് ഈ വേസ്റ്റ് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം ആ ഒരു പന്നികൾ കഴിക്കുന്നത്. ഇങ്ങനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് എല്ലാവരും ചാടി ചാടി നിൽക്കുമ്പോഴത്തേക്കും. അതേസമയം നമ്മുടെ ക്രിസ്റ്റിയെ കാണിക്കുമ്പോൾ സാമുവലിന്റെ ഓർമ്മയിൽ, ഹീറോയുടെ ഓർമ്മയിൽ അവൾ അങ്ങനെ നടക്കാണ്. ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നത് എന്താണെന്നറിയോ, അവന്റെ ജെട്ടി. പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിരി തോന്നുന്നുണ്ടെങ്കിലും മൂവിയിൽ കാണിക്കുന്ന സീനല്ലേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ എന്തൊക്കെയായാലും നമ്മുടെ ക്രിസ്റ്റിക്ക് ഒരു പ്രതീക്ഷയുണ്ട്, സാമുവൽ തിരിച്ചു വരുമെന്ന്. ആ ഒരു പ്രതീക്ഷയിലാണ് അവൾ കഴിയുന്നത്. അതേസമയം നമ്മുടെ സാമുവലിനെ കാണിക്കുമ്പോൾ സാമുവൽ ഏകദേശം ആ ഒരു കാട് വിട്ട് വെളിയിലേക്ക് വന്നു.
ഇപ്പോൾ വെളിയിൽ വന്നിട്ട് ആ ഒരു പന്നികളോട് സാമൂല് സംസാരിക്കുകയാണ് അവന്റെ ഫീലിങ്സ് എല്ലാം. എനിക്ക് ഒരേ സമയം കരയണമെന്നുണ്ട്, അതേപോലെ തന്നെ സന്തോഷം കാരണം ചിരിക്കണമെന്നുണ്ട്. എനിക്കിപ്പോൾ എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്താന്ന് വെച്ചാല് നമ്മുടെ സാമുവലിന്റെ കുടുംബം എന്ന് പറഞ്ഞായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ആരുമില്ല. അവന്റെ അച്ഛനെ അന്വേഷിച്ചാണ് അവൻ ഇവിടെ വരെ വന്നത്. പക്ഷെ ഇപ്പൊ അച്ഛന്റെ കാര്യമെല്ലാം മറന്നിട്ട് കുറെ നാളായി. കാരണം അവന് പറ്റിയ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാലോ. പക്ഷെ ഇവിടെ നമ്മുടെ സാമുവൽ സംഭവിച്ചതെന്നാണെന്നറിയോ? ക്രിസ്റ്റിക്ക് അവനോട് തോന്നിയ അതേ വികാരം തിരിച്ച് സാമുവലിന് അവളോടും ഉണ്ടായിരുന്നു. കാരണം പലവട്ടവും അവനെ അങ്ങനെ ഉപദ്രവിക്കത്തില്ല. ആ ഗ്രാമത്തിലെ അവനെ വെറുപ്പോടെ നോക്കാത്ത ഒരേ ഒരാള് അത് ക്രിസ്റ്റി മാത്രമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതേ ഒരു ഇഷ്ടം, ക്രിസ്റ്റിയോടുള്ള ഒരു ഇഷ്ടം അവനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവൻ സഹിച്ചു പിടിച്ച് അവിടെ കഴിഞ്ഞത്. അതുകൊണ്ട് അവനിപ്പോൾ പോകാനായിട്ട് പ്രത്യേക സ്ഥലവും ഇല്ല, വേറെ ആരുമില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഈ സാമുവൽ എഴുന്നേറ്റിട്ട് ആ ഒരു പന്നിയുടെ കൂടുണ്ടല്ലോ, ആ ഒരു ഫാം, ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ സാമുവൽ ഇപ്പൊ അതേ പന്നി ഫാമിന്റെ അടുത്തേക്ക് തന്നെ അവൻ തിരിച്ച് നടന്നു വരുന്നു. അതും വലിയൊരു ചോളപ്പാടമുണ്ട്, അതുവഴിയാണ് നടന്നു വരുന്നത്. ഇപ്പൊ ഇതിനു വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് സാമുവൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ ക്രിസ്റ്റിയെ അന്വേഷിച്ചാണ് അവൻ തിരിച്ചു വരുന്നത്. ഇതേ സമയം ഇതൊന്നും അറിയാതെ ക്രിസ്റ്റിയുടെ അച്ഛൻ അവൻ എന്റെ പന്നികളെയും കൊണ്ടാണ് പോയത് എന്നും പറഞ്ഞിട്ട് ഒരു തോക്ക് കൊടുത്ത് ആ 2 ബിസിനസ്സുകാരുണ്ടല്ലോ അപ്പൂവന്മാരെ, അവരെ കൂട്ടി ഒരു ചോളപ്പാടത്തോട് നടന്നു വരികയാണ്. അതുപോലെ കൂടെ വരുന്ന 2 അപ്പൂവന്മാര് വെറുതെ ഇരിക്കാന്നാണോ, അവനെ കണ്ടാൽ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് എരിയേറ്റി കൊടുക്കുന്നു. ഇതേ സമയം ജങ്കിട്ടെന്ന് പറഞ്ഞ അവനെ കാണിക്കുമ്പോൾ അവന് ഇപ്പോഴും ഒരു നായായിട്ട് തന്നെയാണ് അവർ കൊണ്ടുനടക്കുന്നത്. എന്നിട്ട് മണം പിടിച്ച് നമ്മുടെ സാമുവലിനെ കണ്ടുപിടിക്കാൻ പറയും. അവൻ അതുപോലെ നായയെ പോലെ മണത്ത് സാമുവലിനെ കണ്ടുപിടിക്കാൻ പോകുന്നു. ഇപ്പൊ അങ്ങനെ നമ്മുടെ ജങ്കിട്ട് അവസാനം മണത്ത് നമ്മുടെ സാമുവലിനെ കണ്ടുപിടിക്കും. അപ്പോ ക്രിസ്റ്റിയുടെ അച്ഛൻ ആ ഒരു സൈക്കോ അപ്പൂവനുണ്ടല്ലോ, അയാൾ തോക്കുകൊണ്ട് സാമുവലിന്റെ മുന്നിൽ വന്നിട്ട് നല്ല ദേഷ്യമുണ്ട്. നീ എന്റെ പന്നികളെല്ലാം കൊണ്ടുപോയി മര്യാദയ്ക്ക് എന്റെ പന്നികളെയൊക്കെ തിരിച്ചതാ, നിന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ ചങ്ങലെ തന്നെ കെട്ടിയിടും ഇതെല്ലാം പറഞ്ഞ് സാമുവലിനെ ഭീഷണിപ്പെടുത്തുമ്പോൾ കൂടെയുള്ള അപ്പൂവന്മാരാണെങ്കിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ അവന് ഷൂട്ട് എന്ന് പറയുമ്പോൾ അയാൾ ഷൂട്ട് ചെയ്യുന്നില്ല, സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് നല്ല ചാൻസ് എന്ന് ജങ്കിട്ട് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൻ പെട്ടെന്ന് ആ ഒരു തോക്കിലേക്ക് പിടിച്ച് ഞാൻ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങാനുള്ള പിടിയും വലിയാവുന്നു. പക്ഷെ ക്രിസ്റ്റിയുടെ അച്ഛനാണെങ്കിൽ ആ ഒരു തോക്ക് കൊടുക്കാനായിട്ട് തയ്യാറല്ല. അങ്ങനെ ആ ഒരു പന്നിക്കുട്ടി അവിടെ തന്നെയുണ്ട്, അത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാണ്. ഇപ്പൊ എന്റെ മുന്നിൽ വേറെ 4 പന്നികള് സ്വയം കിടന്ന് അടി ഓടുന്നു എന്ന് പറഞ്ഞിട്ട് അത് നോക്കി നിൽക്കും. അപ്പൊ ഈ ഗ്യാപ്പിൽ നമ്മുടെ സാമുവല് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും മരിക്കുമെന്ന് പറഞ്ഞിട്ട് അവനോട് രക്ഷപ്പെടുന്നതും കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോൾ പിറകിലെ ഈ തോക്ക് ഫയർ ആവുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണെന്നറിയാൻ വേണ്ടി ഓടി തിരിഞ്ഞു വന്ന് നോക്കുമ്പോഴത്തേക്കും ആ സൈക്കോ അപ്പൂവന്റെ കാലില് ബുള്ളറ്റ് കൊണ്ടു. ബാക്കി 2 പേരും അവിടെ നിന്നില്ല. അവർ ഇയാളെ രക്ഷപ്പെടുത്താതെ അവര് തോക്കുമായിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. കാരണം വേറെ ഒന്നല്ല, അവർ 3 പേരും ഒരേ ഫാമിലി ആണല്ലോ. ഇപ്പൊ ഇത് കണ്ട നമ്മുടെ സാമുവല് എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾ ആലോചിക്കുന്നത്? ഈ സൈക്കോ അപ്പൂവനെ 2 വഴക്കും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നല്ലേ? ഒരിക്കലും അങ്ങനെയല്ല. സാമുവല് ഇപ്പൊ ആ ഒരു അപ്പൂവനെ പൊക്കിയെടുത്ത് അയാളെ രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ സാമുവല് ഈ ഒരു അപ്പൂവനെ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും ഇത് കണ്ട ക്രിസ്റ്റി തന്റെ അച്ഛനകത്തേക്ക് കൊണ്ടുപോയിട്ട് കാലിലെ മുറിവെല്ലാം വെച്ച് കെട്ടി ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ ഒരു സൈക്കോ അപ്പൂവൻ വിചാരിക്കുന്ന എന്താണ്, തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം അയച്ച ഒരു മാലാഖയാണ് നമ്മുടെ സാമുവല്. അതുകൊണ്ട് ഇവൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ തന്റെ ജീവിതം നല്ലതുപോലെ മാറുമെന്നും പറഞ്ഞ് സൈക്കോ അപ്പൂപ്പൻ ഇപ്പോ സാമുവലിനോട് ചോദിക്കും, ഹേയ് സാമുവൽ, എന്റെ മകളെ കല്യാണം കഴിച്ച് നിനക്ക് അവളോടൊപ്പം തന്നെ കഴിയാൻ പറ്റുമെന്ന് ചോദിക്കുന്നതും വേറെ എന്താണ്, ക്രിസ്റ്റിക്ക് സാമുവലിനെ ഇഷ്ടമാണ്, സാമുവലിനെ ക്രിസ്റ്റിയെ ഇഷ്ടമാണ്. അതോടെ ഇവരെല്ലാവരും ഒന്നിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം വെളിയിൽ നിന്ന് കണ്ട ആ ഒരു ചെറിയ പന്നിക്കുട്ടി ഉണ്ടല്ലോ, അതിപ്പോ ഹീറോയെ ഒരു വല്ലാത്ത നോട്ടം നോക്കുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ഹീറോയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതേ ഇതിനാണോ? ഇപ്പൊ ആരായി മണ്ടൻ? നമ്മുടെ പന്നിക്കുട്ടി തന്നെ മണ്ടനായി. കാരണം ഇവരെല്ലാവരും ഒരേ കുടുംബമായി. പന്നിക്കുട്ടിക്ക് വീണ്ടും അതേ അവസ്ഥ. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇപ്പൊ അത് കഴിഞ്ഞിട്ട് രാത്രി കാണിക്കുമ്പോഴത്തേക്കാണ് ആ ജങ്കിട്ട് ഈ പന്നിക്കൂടുകളുണ്ടല്ലോ അതിലെല്ലാം തീ വെക്കും. എന്താന്ന് വെച്ചാൽ ഇവരുടെ ഒരു കല്യാണക്കാര്യം അവൻ എങ്ങനെ കേട്ടു. എന്നിട്ട് ഇതിനെല്ലാം നീയാണ് കാരണമെന്ന് പറഞ്ഞ് നമ്മുടെ സാമുവലിനെ അടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ സാമുവലിനാണെങ്കിലോ ഇവനെ അടിക്കാനായിട്ട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഇവനെ തടഞ്ഞു മാത്രമേ മാറ്റുന്നുള്ളൂ. എന്താന്ന് വെച്ചാല് ആ ഒരു പന്നികൾ കിടന്ന് കരയുന്ന ശബ്ദം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സാമുവലിൽ കേൾക്കുന്നത്. അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. കാരണം ഇത്രയും കാലം നമ്മുടെ സാമുവൽ ആ ഒരു പന്നികളോടാണല്ലോ കഴിഞ്ഞത്. അതുകൊണ്ട് ആ ഒരു പന്നികളെ അവന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ആ ദേഷ്യത്തിൽ നമ്മുടെ ജങ്കിട്ടിനെ നല്ലതുപോലെ ഇടിക്കും. ഇടിച്ചിടിച്ച് അവനെ കൊല്ലത്തില്ല. ഇത്ര ഇടി കൊണ്ട് ജങ്കിട്ട് പേടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, അടുത്ത ദിവസം ഇവരുടെ 2 പേരുടെ കല്യാണം നടത്തി വെക്കുന്നു. ഇപ്പൊ ക്രിസ്റ്റിയുടെ അച്ഛനും വേറെ കുഴപ്പമൊന്നുമില്ല, അയാളും സന്തോഷമായിട്ട് ഇവരെ 2 പേരും നോക്കുന്നുണ്ട്. ഇവിടെ ഈ ബിസിനസ് നടത്തുന്ന ആ 2 അപ്പൂവന്മാരുണ്ടല്ലോ, അവർക്ക് 2 പേർക്കും ഭയങ്കര വിഷമം. കാരണം ഇവരുടെ ഈ ഒരു പന്നി ഫാം പൂർണ്ണമായിട്ടും ഇല്ലാതായത് കൊണ്ട് അവർക്ക് ഇനിയിപ്പോൾ ബിസിനസ് നടത്താനൊന്നും കഴിയത്തില്ല. അവരെന്തോ ഒരു വലിയ ബിസിനസ് കുടുംബം എന്ന് പറഞ്ഞിട്ടാണ് നടന്നത്. പക്ഷേ
അവരുടെ ബിസിനസ് ഇവിടെ വെച്ച് തകർന്നതുകൊണ്ട് അവരും ഇനി പാവപ്പെട്ടവരായിട്ട് തന്നെ ജീവിക്കാൻ പോകുന്നു. ആ ഒരു വിഷമം അവരുടെ മുഖത്തുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണിക്കുമ്പോൾ ഇവരുടെ ജീവിതം സന്തോഷമായിട്ട് തന്നെ പോകുന്നുണ്ട്. അതേപോലെ ക്രിസ്റ്റി ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. ഇത്രയും നാളും ഒരു അടിമയെ പോലെ ഇവിടെ കഴിഞ്ഞ സാമുവല് ഇപ്പോൾ ആ ഒരു വീടിന്റെ അധികാരം ഏറ്റെടുത്ത് ആ ഒരു പന്നി ഫാമിന് തന്നെ ഉടമയായി. അങ്ങനെ ഇപ്പോൾ രാവിലെ ആവുന്നതിന് മുന്നേ തന്നെ വിളിയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. സാമുവല് പെട്ടെന്ന് വിളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അത് വേറെ ആരുമല്ല, ആ ഒരു പന്നിക്കുട്ടി ഉണ്ടല്ലോ, അതിപ്പോൾ വളർന്ന് വലുതായി. ഇപ്പൊ അത് നമ്മുടെ സാമുവലിനെ കണ്ടിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാല്, അതിന്റെ മൈൻഡ് വോയിസിൽ പോകുന്നത് എന്താന്ന് വെച്ചാല്, നീ എത്രയൊക്കെ ഇവിടെ സന്തോഷമായിട്ട് കഴിഞ്ഞാലും നിനക്കൊരിക്കലും സ്വാതന്ത്ര്യമില്ല. കാരണം നിന്റെ ജീവിതകാലം മുഴുവൻ നീ ഇവിടെ തന്നെയാണ് ഇനി കിടക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ജീവിതം വേണ്ട, അതുകൊണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പന്നി അവിടെ നിന്ന് നടന്നു പോകുന്നു. ഇപ്പൊ അത് പറഞ്ഞത് ശരിയാണ്. സാമുവൽ എന്തിനാണ് വന്നത്? അവന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടി. പക്ഷേ ഇവിടെ അവനെ അടിമയായിട്ട് ജീവിപ്പിച്ച് അവസാനം ആ ഒരു അടിമത്തം അവൻ ഇഷ്ടപ്പെട്ട് അതേപോലുള്ളൊരു ജീവിതത്തിലേക്ക് അവൻ വീണ്ടും അവന്റെ മനസ്സ് മാറ്റി ഇപ്പോൾ ജീവിക്കാൻ തുടങ്ങാണ്. പക്ഷെ സാമുവലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ഫീലാണ് അവന്റെ മനസ്സിലുള്ളത്. എന്താന്ന് വെച്ചാല് അവന്റെ അച്ഛൻ ഇപ്പോൾ എവിടെയായാലും നല്ല സന്തോഷമായിട്ട് ജീവിക്കും. ഇനിയിപ്പോൾ മരിച്ചെങ്കിൽ അത്രയും സമാധാനമായിട്ട് അവന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടാവും. തനിക്കെന്തായാലും ഇതുപോലെ നല്ലൊരു ജീവിതം കിട്ടി. ആ ജീവിതത്തിൽ സന്തോഷത്തോടെ അവൻ ജീവിക്കാനും ശ്രമിക്കുന്നു. ഇനിയിപ്പോ അതിന്റെ പിറകെ പോയിട്ട് തന്റെ ജീവിതം നശിപ്പിക്കണ്ട, ഇതുപോലൊരു ജീവിതം ഇവിടെ നല്ലതുപോലെ ജീവിച്ച് തീർക്കാന്ന് തന്നെയാണ് സാമുവല് അവന്റെ മനസ്സിൽ ചിന്തിക്കുന്നത്. അതേപോലെ അവൻ ആ ഒരു പന്നീനെയും തടയുന്നില്ല. അതിന്റെ ഇഷ്ടത്തിന് അവൻ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. ഇപ്പൊ ഇതുപോലെ രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന രണ്ടുപേരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ജീവിതമാണ് ഇവിടെ നമുക്ക് കാണിച്ചിരുന്നത്. ഒരാൾക്ക് താൻ ജീവിക്കുന്നത് ഒരു തരം അടിമത്തുള്ളൊരു ജീവിതമാണെന്ന് അറിഞ്ഞിട്ടും അതിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. മറ്റൊരാള് ഇതുപോലെ ഒരു അടിമ ജീവിതവും വേണ്ട, തനിക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത്. വെളിയിൽ പോയിട്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ച് മരിച്ചു പോയാലും അത് അത്രയും നല്ലതാണെന്ന് വിശ്വസിച്ച് അതുപോലെ ജീവിക്കുന്ന മറ്റൊരാള്. അതോടെ ഇവിടെ വെച്ച് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൂവിയിലൂടെ മനസ്സിലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതെന്തായാലും മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ലോജിക്ക് നോക്കാതെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള മൂവി എക്സ്പീരിയൻസിനായിട്ടാണ് നിങ്ങൾ ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.